ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത സവാളയും ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാല ചേർക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആണ് ചേർക്കാനുള്ളത്. ഞാൻ കുറച്ച് ഗ്രീൻ പീസും ക്യാരറ്റും ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇതിൽ മസാലയെല്ലാം ഒന്ന് സെറ്റായി കിട്ടട്ടെ. ആവശ്യത്തിന് ഇതിൽ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ മസാലകളെല്ലാം കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുത്ത് നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കട്ട്ലേറ്റിന്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലൊരു 2 സ്പൂണ് കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി ഞാനൊരു മുട്ട ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് പൊടിയിലേക്ക് നമുക്കിതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ. ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതിയാവും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് പുറമേ ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയാൽ മാത്രം മതി. ബാക്കി ഉള്ളിലെല്ലാം നമുക്ക് വെന്ത് കിട്ടിയതാണ്. ഇതിപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.